നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് കേജസ് സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിജിത്ത്. ഞാൻ ഇന്ന് പറയുന്നത് സാംസങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണിന്റെ വിശേഷമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. സാംസങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ മൊബൈൽ ഫോണാണ് സാംസങ് M525G. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.7 ഇഞ്ച് സൂപ്പർ അമോ LED ഇൻഫിനിറ്റി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഫുൾ HD ഡിസ്പ്ലേ ആണ്. മാത്രമല്ല 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. HDR10 സപ്പോർട്ടും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബ്രൈറ്റ്നസ് വന്നിരിക്കുന്നത് 800 നിറ്റ്സ് ആണ്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗത്തുമാണെങ്കിൽ പിറകിലായി 3 ക്യാമറ കൊടുത്തിരിക്കുന്നു. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, അതുപോലെ തന്നെ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ 5 മെഗാ പിക്സൽ മാക്രോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻഭാഗത്ത് സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് 32 മെഗാ പിക്സൽ ആണ്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കിയാൽ സ്നാപ്ഡ്രാഗന്റെ 778G എന്ന 5G ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 5G ബാൻഡ് ആയതിനാൽ തന്നെ 12ഓളം 5G ബാൻഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ലെവലിൽ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫോണിന്റെ OS വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ സ്വന്തം OS ആയ 1UI ആണ്. ഫോണിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ടൈപ്പ് വന്നിരിക്കുന്നത് UFS 2.2 ആണ്. അതുപോലെ തന്നെ ഹൈ വേരിയന്റ് റാം ഫീച്ചറും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സ്റ്റോറേജിൽ നിന്നും 4GB വരെ എടുത്ത് റാം ആയി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ സാംസങ്ങിന്റെ സെക്യൂരിറ്റി ആയ നോക്സ് സെക്യൂരിറ്റി സംവിധാനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഫീച്ചേഴ്സ് ആയ ബ്ലൂടൂത്ത് 5.1, വൈഫൈ കോളിംഗ്, USB സപ്പോർട്ട്, NFC പോലുള്ള സംവിധാനം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിയർ അഗ്രിഗേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ബോഡി വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഗ്ലോസി ഫിനിഷ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലതുവശത്ത് നോക്കിയാൽ പവർ ബട്ടണും വോളിയം റെക്വസ്റ്റും കാണാം. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് നോക്കിയാൽ സിം ട്രേ കാണാം. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വന്നിരിക്കുന്നത്. മുകൾ വശത്ത് നോക്കിയാൽ നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാണാവുന്നതാണ്. താഴെ നോക്കിയാൽ സ്പീക്കർ ഗ്രിൽ, ടൈപ്പ് സി പോർട്ട്, അതുപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ വന്നിരിക്കുന്നു. സ്പീക്കർ വന്നിരിക്കുന്നത് മോണോ സ്പീക്കറാണ്. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗമാണെങ്കിൽ 5000 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചാർജിങ്ങിനായി 25 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് വന്നിരിക്കുന്നു. എന്നാൽ ഫോണിന്റെ ബോക്സിൽ 15 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 175 ഗ്രാം ആണ്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ഫോണും കൂടിയാണ്. ഈ മൊബൈൽ 2 കളറിൽ ലഭ്യമാണ്. ബ്ലേസിംഗ് ബ്ലാക്ക്, അതുപോലെ തന്നെ ഐസിംഗ് ബ്ലൂ. അതുപോലെ തന്നെ 2 വേരിയന്റിൽ ലഭ്യമാണ്. 6GB റാം 128GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 8GB റാം 128GB സ്റ്റോറേജ്. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.